പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുകയാണ് ആം ആദ്മി പാർട്ടി. പല കാലങ്ങളിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ, പല കയറ്റിറക്കങ്ങളിലൂടെയാണ് ആ പാർട്ടി സഞ്ചരിച്ചത്. ഏറ്റവും ഒടുക്കം രാഷ്ട്രീയ വേട്ടയെന്ന പാർട്ടി തന്നെ ആരോപിച്ച രീതിയിൽ പാർട്ടിയുടെ തലവൻ അരവിന്ദ് കെജ്രിവാളിനെ 6 മാസത്തിലധികം ജയിലിൽ CBI ജയിലിലിട്ട സംഭവം വരെ ഉണ്ടായി. അതൊക്കെ ഒരു വിധത്തിൽ ചെറുത്തുനിന്ന് പ്രതിരോധിച്ചുമൊക്കെ ഇത്രയിടം വരെ എത്തിയതാണ് പാർട്ടി. പക്ഷേ ഇപ്പോൾ അതിഗുരുതരമായൊരു പ്രതിസന്ധിയെ പാർട്ടി അഭിമുഖീകരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒറ്റ ദിവസം രാജ്യസഭയിൽ അവരുടെ 9 MP-മാരിൽ 7 പേരും കൂറുമാറിയത് വലിയ ഞെട്ടലോടെ, നടുക്കത്തോടെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കണ്ടതും കേട്ടതും. എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ പാർട്ടി തരണം ചെയ്യുക എന്ന് ഇപ്പോഴും നേതൃത്വത്തിനോ അരവിന്ദ് കെജ്രിവാളിനോ അറിയില്ല. കാരണം ഒറ്റ ദിവസം 7 MP-മാർ കൂറുമാറിയതോടെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പോലും അവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ആ പാർട്ടി എത്തി നിൽക്കുന്നു. അപ്പോൾ എന്താണ് ആം ആദ്മി പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി എന്താണ് ഇനിയും MP-മാർ മാത്രമേ ഇപ്പോൾ കൂറുമാറിയിട്ടുള്ളൂ. ഇനി ഡൽഹിയിലും പഞ്ചാബിലും അടക്കം MLA-മാരും കൂറുമാറാൻ ഒരുങ്ങുന്നു എന്ന് പറയുന്നു. BJP ഓപ്പറേഷൻ ലോട്ടസുമായി, ഓപ്പറേഷൻ താമരയുമായി ആം ആദ്മി പാർട്ടിയെ വരിഞ്ഞു മുറുക്കാൻ ഒരുങ്ങുമ്പോൾ ഏത് വിധേന ഇനി രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുണ്ട് പാർട്ടിക്ക് മുന്നിൽ എന്ന് പരിശോധിക്കുകയാണ് ന്യൂസ് ഡീകോഡ്. യെസ്, ആപ്പിന് മുകളിൽ അവസാനത്തെ ആണിയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പിറവിയെടുത്തത് മുതൽ പലതരം പ്രതിസന്ധികളിലൂടെ ആം ആദ്മി പാർട്ടി കടന്നുപോയിട്ടുണ്ട്. പാർട്ടി തലവനെ രാഷ്ട്രീയ വേട്ടയിലൂടെ ജയിലിലാക്കിയപ്പോഴും ഡൽഹി കൈവിട്ടപ്പോഴുമൊക്കെ ആ പാർട്ടി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ആപ്പ് നേരിടുന്ന കൂടുമാറ്റ പ്രതിസന്ധി ആ പാർട്ടിയുടെ ഭാവി അങ്ങേയറ്റം ആശങ്കയിലാക്കുകയാണ്. രാജ്യസഭാ MP-മാരായ രാഘവ് ചദ്ദ, സന്ദീപ് പഥക്, അശോക് മിത്തൽ, സ്വാതി മലിവാൾ, ഹർഭജൻ സിംഗ് ഉൾപ്പെടെ 7 MP-മാർ പാർട്ടി വിടുകയും അതിൽ 3 പേർ BJP-യിൽ അംഗത്വമെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതോടെ രാജ്യസഭയിലെ പാർട്ടി അംഗങ്ങളുടെ എണ്ണം 10-ൽ നിന്ന് 3-ആയി കുറഞ്ഞിരിക്കുന്നു. ഇത് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പിളർപ്പായാണ് കണക്കാക്കുന്നത്. അയോഗ്യരാക്കാൻ പാർട്ടി ഒരുങ്ങുന്നു, ഭീഷണി മറികടക്കാൻ വിമതർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ആഘാതത്തിൽ പകച്ചു നിൽക്കാതെ അടുത്ത വഴി നോക്കുന്നുണ്ട് നിലവിൽ പാർട്ടി. കൂറുമാറിയ MP-മാർക്കെതിരെ AAP നടപടിക്കൊരുങ്ങുകയാണ്. പാർട്ടി MP-മാരായിരിക്കെ സ്ഥാനം രാജിവെക്കാതെ മറ്റൊരു പാർട്ടിയിൽ ചേർന്നതോടെ 3 പേരും അയോഗ്യരായ എന്നാണ് പാർട്ടിയുടെ വാദം. അതേസമയം രാഘവ് ചദ്ദ അവകാശപ്പെടുന്നത് ആകെയുള്ള 10 MP-മാരിൽ താൻ ഉൾപ്പെടെ 7 MP-മാർ പാർട്ടി വിട്ട് BJP-ക്കൊപ്പമാണെന്നാണ്. രാജ്യസഭയിലെ AAP MP-മാരുടെ 3-ൽ 2 ഭാഗവും കൂറുമാറിയതിനാൽ അയോഗ്യതാ ഭീഷണി ഒഴിവാക്കി BJP-യിൽ ലയിക്കാൻ കഴിയുമെന്നാണ് രാഘവ് ചദ്ദ അവകാശപ്പെടുന്നത്. നിലവിൽ 3 MP-മാരാണ് BJP-യിൽ അംഗത്വമെടുത്തിരിക്കുന്നത്. സ്വാതി മലിവാളും ഹർഭജൻ സിംഗും രജീന്ദർ ഗുപ്തയും വിക്രം സാനി എന്നിവർ ഉടൻ അംഗത്വമെടുക്കുമെന്നും ചദ്ദ പറയുന്നു. യെസ്, രാഷ്ട്രപതിയെ കാണാൻ ഭഗവന്ത് മാൻ ഒരുങ്ങുന്നു എന്ന ചിത്രം കൂടിയുണ്ട്. MP-മാരെ തിരിച്ചു വിളിക്കാനുള്ള ഭരണഘടനാപരമായ സാധ്യതകൾ തേടിയും ഒപ്പം പഞ്ചാബ് സർക്കാരിന്റെ പ്രതിഷേധം അറിയിക്കാനുമായാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കാണാൻ അനുമതി തേടിയിരിക്കുന്നത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ. പഞ്ചാബിലെ AAP MLA-മാരോടൊപ്പമായിരിക്കും സന്ദർശനമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനെതിരെ പഞ്ചാബിലെ ശിരോമണി അകാലിദൾ ഇതിനകം രംഗത്ത് വന്നിട്ടുണ്ട്. ഭരണഘടനാപരമായി അടിസ്ഥാനമില്ലാത്ത രാഷ്ട്രീയ നാടകമെന്നാണ് അകാലിദൾ ഈ നീക്കത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചോർച്ച തടയാൻ വഴികൾ തേടുകയാണ് ആപ്പ്. ഇനിയും MLA-മാരടക്കം ചോർന്നു പോകുമെന്നുള്ള ഭീഷണികൾ അതിന് മുന്നിലുണ്ട്. ആ ചോർച്ച തടയാൻ എന്ത് വഴികൾ പാർട്ടിക്ക് മുന്നിലുണ്ട് എന്നതാണ് ചോദ്യം. എന്തായാലും വലിയ ആശങ്ക പാർട്ടിക്ക് മുന്നിൽ. 60-ലധികം MLA-മാരുടെ പിന്തുണയുണ്ടെന്നാണ് BJP-യിൽ ചേർന്ന നേതാക്കൾ രാഘവ് ചദ്ദ അടക്കം ഇപ്പോൾ അവകാശപ്പെടുന്നത്. പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ പാർട്ടിയെ സംബന്ധിച്ച് ഇത് വലിയ പ്രതിസന്ധിയാണ്. പഴി മുഴുവൻ കെജ്രിവാളിനാണ്. BJP-യുടെ വമ്പൻ വാഗ്ദാനങ്ങൾ കണ്ട് കളം മാറ്റിയതാണെന്ന വിമർശനങ്ങൾക്കിടയിലും AAP വിട്ട് പുറത്തിറങ്ങിയവർ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്നത് പാർട്ടി തലവൻ അരവിന്ദ് കെജ്രിവാളിനെ തന്നെയാണ്. ഇതിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് സ്വാതി മലിവാൾ MP-യാണ്. കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് തന്നെ കെജ്രിവാളിന്റെ സഹായി മർദ്ദിച്ചു, പരാതി നൽകാൻ ഒരുങ്ങിയപ്പോൾ ഭീഷണിപ്പെടുത്തി, അതിന്റെ പേരിൽ പാർലമെന്റിൽ സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല എന്നാണ് സ്വാതി മലിവാളിന്റെ പരാതി. കെജ്രിവാളിന്റെ ജീവിത ശൈലിയെയും സ്വാതി വിമർശിക്കുന്നുണ്ട്. പണ്ട് 2 രൂപയുടെ പേനയും സാധാരണ വസ്ത്രവും ധരിച്ച് സാധാരണക്കാരനെ പോലെ നടന്നിരുന്ന കെജ്രിവാൾ ഇന്ന് ആഡംബര കൊട്ടാരങ്ങളിലാണ് താമസിക്കുന്നതെന്നും മലിവാൾ തുറന്നടിച്ചു.
യെസ്, എന്താണ് ഈ കാലുമാറ്റത്തിന്റെ ഇപ്പോഴത്തെ കൂടുമാറ്റ പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണം എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഒരു കാലത്ത് കെജ്രിവാളിന്റെ വിശ്വസ്തനായി അറിയപ്പെട്ടിരുന്ന നേതാവായിരുന്നു രാഘവ് ചദ്ദ. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ ഏറ്റവും വലിയ അന്തകനായി മാറിയിരിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ പലതരത്തിലുള്ള ഭിന്നത പാർട്ടിക്കകത്തുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും അത് സെറ്റിൽ ചെയ്ത് പോകാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിയുമായിരുന്നു. പക്ഷേ രാഘവ് ചദ്ദയെ രാജ്യസഭയിലെ ഉപനേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് മുതലാണ് അദ്ദേഹത്തിൻ്റെ അതൃപ്തി കനക്കുന്നത്. വെറും ആഴ്ചകൾക്കുള്ളിൽ രാജ്യസഭയിലെ മൊത്തം 10 പേരിൽ 7 പേരെയും മറുപുറത്തെത്തിച്ചാണ് ചദ്ദയുടെ പ്രതികാരം. എന്തിനു പറയുന്നു, ചദ്ദയ്ക്ക് പകരം കെജ്രിവാൾ രാജ്യസഭാ ഉപനേതാവാക്കിയ അശോക് മിത്തലിനെ വരെ ചദ്ദ റാഞ്ചി അപ്പുറത്തെത്തിച്ചതും നമ്മൾ കണ്ടു. ഓപ്പറേഷൻ ലോട്ടസ് പഞ്ചാബ് പിടിക്കലാണ് നിലവിൽ BJPയുടെ ലക്ഷ്യം. എന്തായാലും ചദ്ദയുടെ ഈ പ്രതികാര നീക്കത്തിലൂടെ BJPക്ക് പഞ്ചാബിൽ ഒരു സുവർണാവസരമാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. പഞ്ചാബിൽ ഭരണത്തിലാണെങ്കിലും പാർട്ടിയിലെ MLA-മാരിലും ഇപ്പോഴത്തേതിന് സമാനമായ പിളർപ്പ് ചദ്ദ ഉണ്ടാക്കുമെന്നാണ് സൂചന. ഡൽഹിയിലും വലിയ ആഘാതം ഉണ്ടാക്കുമെന്ന് കരുതപ്പെടുന്നു. ഡൽഹിയിൽ ആപ്പിന്റെ 22 MLA-മാരിൽ 15 പേർ പാർട്ടി മാറിയേക്കുമെന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരികയാണ്. യെസ്, അപ്പോൾ ഇത് പെട്ടെന്നുണ്ടായൊരു നീക്കമല്ല എന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. എന്ന് വെച്ചാൽ 2024 പാർട്ടി അധ്യക്ഷൻ BJPയുടെ അധ്യക്ഷൻ അമിത് ഷാ പഞ്ചാബിൽ ഒരു സന്ദർശനം നടത്തിയിരുന്നു. ആ സന്ദർശന വേളയിലാണ് ഇപ്പോഴത്തെ ഈ കൂടുമാറ്റത്തിനടക്കമുള്ള ഗൂഢാലോചന നടന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അത് പിന്നീട് പലതരത്തിലുള്ള ചർച്ചകളിലൂടെ കടന്നു വന്ന് ഇപ്പോൾ രാജ്യസഭാ ഉപാധ്യക്ഷൻ ഉപനേതാവ് എന്ന രീതിയിൽ രാഘവ് ചദ്ദയെ മാറ്റിയത് ഒരു ചെറിയ കാരണം മാത്രമായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഈ വലിയ പ്രതിസന്ധി എത്രത്തോളം ആഴമുള്ളതാണ്, ഈ പ്രതിസന്ധിയെ എങ്ങനെയാണ് ആപ്പ് തരണം ചെയ്യാൻ പോകുന്നത്, ഇനിയുള്ള അപകടങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയായിരിക്കും പാർട്ടി അതിനെ നേരിടാൻ പോകുക എന്ന ചോദ്യങ്ങൾ കൂടി അവിടെ ബാക്കിയാവുകയാണ്. റഷീദ് ബിൻ മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ ചേരുന്നു. റഷീദ്, ഇപ്പോഴത്തെ വലിയ പ്രതിസന്ധി ആ പാർട്ടി എങ്ങനെയാണ് മറികടക്കാൻ കഴിയുക എന്നാണ് മനസ്സിലാക്കുന്നത്? ഡൽഹിയിൽ 15 MLA-മാർ നിലവിൽ കൂടുമാറാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളുണ്ട്. ഡൽഹിയിൽ ആരൊക്കെയാണ് കരുക്കൾ നീക്കുന്നത്? സേഫു, ആം ആദ്മി പാർട്ടിയിൽ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് പുതിയ കഥയല്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള 7 രാജ്യസഭാ MP-മാരുടെ രാജി അത് പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ MP-മാരുടെ കൊഴിഞ്ഞുപോക്കിന് പിന്നാലെ MLA-മാർ കൂടി കൂറുമാറുന്നു എന്നുള്ള അഭ്യൂഹമാണ് നിലവിൽ പാർട്ടിയെ വലിയ തലവേദനയായി സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് പഞ്ചാബിലെ 68ഓളം MLA-മാർ തങ്ങളുടെ പക്ഷമാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്നും രാജിവെക്കുകയും BJPയിൽ ചേരുകയും ചെയ്തിട്ടുള്ള പ്രധാന നേതാവായിരുന്ന രാഘവ് ചദ്ദ അവകാശപ്പെട്ടിരിക്കുന്നത്. നിലവിൽ 92 MLA-മാരാണ് ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബ് നിയമസഭയിൽ ഉള്ളത്. ഇതിൽ 68ഓളം MLA-മാരെ തങ്ങൾ അടർത്തിയെടുക്കുമെന്നുള്ള അവകാശവാദമാണ് ഇത്തരത്തിൽ ചദ്ദ നടത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരിയിൽ വരുമ്പോഴേക്കും ഇതിനകം തന്നെ ഇത്തരത്തിൽ കൂടുതൽ MLA-മാരെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ദൗത്യം തന്നെയാണ് ചദ്ദയടക്കമുള്ള മറ്റു MP-മാർക്കും ഇപ്പോൾ BJP നൽകിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇനി ഡൽഹിയിലെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 22 MLA-മാരാണ് ആം ആദ്മി പാർട്ടിക്ക് ഡൽഹി നിയമസഭയിലുള്ളത്. ഇതിൽ 15ഓളം MLA-മാർ BJPയിലേക്ക് ചേക്കേറുമെന്നുള്ള അഭ്യൂഹങ്ങൾ കൂടി നിലവിൽ ശക്തമാവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയും പരിഹരിക്കാനുള്ള ഒരു നീക്കം ഇതിനോടകം തന്നെ ദേശീയ നേതൃത്വം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അടിയന്തരമായി കൊണ്ട് മനോജ് സിസോദിയെയും അതോടൊപ്പം അരവിന്ദ് കെജ്രിവാളും നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തുകയും ഈ MP-മാരെ അതായത് രാജിവെച്ചിട്ടുള്ള MP-മാരെ അയോഗ്യരാക്കാനുള്ള ഒരു നീക്കം ഇതിനോടകം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ 3 MP-മാരാണ് ഔദ്യോഗികമായി കൊണ്ട് BJPയിൽ ചേർന്നിരിക്കുന്നത്. ബാക്കി MP-മാർ കൂടി ഉടൻ BJPയിൽ അംഗത്വം സ്വീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഈ MP-മാരെ അയോഗ്യരാക്കുക എന്നുള്ള നിലപാടിലേക്കാണ് ദേശീയ നേതൃത്വം എത്തിയിരിക്കുന്നത്. അതിലെ കരുക്കൾ ഇതിനോടകം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മന്നിന്റെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും രാഷ്ട്രപതിയെ നേരിട്ട് കണ്ട് ഈ വിഷയം അവതരിപ്പിക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നടത്തിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ രാഷ്ട്രപതിയുമായും ഒക്കെ തന്നെയും കൂടിക്കാഴ്ച നടത്താൻ ആവശ്യമായിട്ടുള്ള സമയം കൂടി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനിയും ഇത്തരത്തിൽ അയോഗ്യരാക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇനി ആം ആദ്മി പാർട്ടി കടക്കുന്നത്. മറ്റൊന്ന് MLA-മാരെ കൂടെ നിർത്താനുള്ള കടുത്ത പരിശ്രമം കൂടി ഇതിനോടകം നടക്കുന്നുണ്ട്. MLA-മാരുമായി കൂടുതൽ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയും അവരെ തങ്ങളുടെ പാളയത്തിൽ തന്നെ നിലയുറപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ
സ്വീകരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. എന്തായാലും ഈ പാർട്ടി വിട്ടതിന് ശേഷം എല്ലാ MP-മാരും ഇതിനോടകം തന്നെ അരവിന്ദ് കെജ്രിവാളിനെ കടന്നാക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അഴിമതികളുടെ കൈകളിലാണ് നിലവിൽ പാർട്ടി ഉള്ളത് എന്നുള്ളതാണ് രാഘവ് ചദ്ദ മുന്നോട്ട് വെച്ചിരിക്കുന്ന വലിയ വിമർശനം. അതോടൊപ്പം തന്നെ ശരി, എന്തായാലും രാജ്യസഭയിലെ മൊത്തം 10 MP-മാരിൽ 7 പേരും AAP വിട്ടിരിക്കുന്നു. അതിൽ 3 പേർ നിലവിൽ ഔദ്യോഗികമായി BJP-യിൽ ചേർന്നിരിക്കുന്നു. ബാക്കിയുള്ളവർ വരും ദിവസങ്ങളിൽ BJP-യിൽ ചേരും എന്ന സൂചനകൾ പുറത്തു വരുന്നു. ഒപ്പം ഡൽഹിയിലെ MLA-മാരെയും കൂടുമാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഇതിനെങ്ങനെ ആ പാർട്ടിക്ക് പ്രതിരോധിക്കാൻ കഴിയുമെന്ന് വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ കാത്തിരുന്നു കാണാം. ഇനി